നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. CPM-ൻ്റെയോ CPI-യുടെയോ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരോട് സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനം വേണോ എന്ന് ചോദിച്ചാൽ അവർ പറയുക അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനം മതിയെന്നാവും. കാരണം അത് പാർട്ടിയുടെ രീതിയാണ്. ഒരു വിപ്ലവ പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാൾ വിലമതിക്കുന്നത് പാർട്ടി സ്ഥാനത്തിനാണ്. എന്നാൽ ഒരു ബൂർഷ്വാ പാർട്ടി നേതാവിനോട് ചോദിച്ചാൽ തിരിച്ചാകും മറുപടി. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2 വർഷം മുമ്പ് കോൺഗ്രസിൽ നടന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റ് ആകും മുമ്പ് കോൺഗ്രസിന്റെ പ്രസിഡന്റാകാൻ ഹൈക്കമാൻഡ് ആഗ്രഹിച്ചത് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെയാണ്. പലതവണ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടെങ്കിലും മാരത്തോൺ ചർച്ചകൾ നടത്തിയിട്ടും മുഖ്യമന്ത്രി സ്ഥാനം വെടിഞ്ഞ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ബൂർഷ്വാ പാർട്ടി നേതാക്കന്മാർ ഏത് സ്ഥാനത്തിനാണ് വില നൽകുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതാണ് നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയും. ആസന്നമായ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ മത്സരമുണ്ടാകുമെന്ന് ഉറപ്പാണ്. മുൻ പ്രതിപക്ഷ നേതാവും പാർട്ടിയിൽ ഇപ്പോഴുള്ളതിൽ ഏറ്റവും സീനിയറായ രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ 5 വർഷത്തെ കടുത്ത അധ്വാനം കൊണ്ട് ഈ പാർട്ടിക്കൊരു പുനർജനിയോതിയ പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലാകും മത്സരം. എന്നാൽ ഈ 2 പേരിൽ മത്സരം ഒതുങ്ങുമോ? ഇല്ല. കോൺഗ്രസിൻ്റെ ദേശീയ സംഘടനാ സെക്രട്ടറിയേക്കാൾ വലുതാണ് കാച്ചിക്ക മുറി പോലുള്ള ഈ കൊച്ചു നാട്ടിലെ മുഖ്യമന്ത്രി സ്ഥാനമെന്ന് ചിന്തിക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഈ മത്സരത്തിലുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇന്ന് സംസ്ഥാന കോൺഗ്രസിൽ കാണാവുന്നതാണ്. കേരളത്തെ പോലെ തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ടെങ്കിലും ദേശീയ ജനറൽ സെക്രട്ടറി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേയില്ല. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ കേരളത്തിലാണ്. അത് സ്വന്തം സംസ്ഥാനത്തോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി മറ്റു ചില ലക്ഷ്യങ്ങളാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. അത് മറ്റൊന്നുമല്ല, സംസ്ഥാന മുഖ്യമന്ത്രി പദം തന്നെ. അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് KC വേണുഗോപാൽ എന്ന് പറയപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഓരോ മുക്കും മൂലയും തപ്പിപ്പിറക്കുന്നു. ഓരോ സാധാരണ പ്രവർത്തകനെയും നേരിൽ കണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു. ഏതെങ്കിലും പാർട്ടിയിൽ ആരെങ്കിലും അസംതൃപ്തരെന്ന് കണ്ടാൽ ഓടി അവരുടെ അടുത്തെത്തുന്നു. അവരെ കോൺഗ്രസിൽ ചേർത്ത് നിർത്താൻ തത്രപ്പെടുന്നു. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് ഇങ്ങോട്ടൊഴുക്കാൻ അശ്രാന്തം പരിശ്രമിക്കുന്നു. പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പിന്തുണയ്ക്കുന്നവരെ അണിനിരത്താൻ പാടുപെടുന്നു. ഇവിടുത്തെ സംഘടനാ സംവിധാനത്തെ തൻ്റെ ഇച്ഛയ്ക്കത്ത് ചലിപ്പിക്കാനാണ് കരുക്കൾ നീക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് KM മുരളീധരനെ ഒഴിവാക്കി പ്രചാരണ സമിതി അധ്യക്ഷനായി രമേശ് ചെന്നിത്തലയെ നിയമിച്ചത്. ഇതിൻ്റെ പിന്നിലെ തന്ത്രം പിന്നാലെ പറയാം. PR വർക്കുകാർ CPM ജനറൽ സെക്രട്ടറി MA ബീബിയെ കൊണ്ട് പാത്രം കഴിയിച്ചതുപോലെ PR-കാരുടെ ഇച്ഛയ്ക്കൊത്ത് ജനകീയനാകാൻ ശ്രമിക്കുന്നു. സ്കൂട്ടറിന് പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നു. തട്ടുകടയിലെ ഒടിഞ്ഞ ബെഞ്ചിലിരുന്ന് ആഹാരം കഴിക്കുന്നു. തകൃതിയായി തട്ടുപൊളിപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് പരേതനായ ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു ജനകീയനാകാൻ ഏതറ്റം വരെയും പോകാൻ അദ്ദേഹം തയ്യാറാകുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ള സദുദ്ദേശം മാത്രമല്ലുള്ളതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മറിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടുള്ള പ്രകടനമാണിതെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. KC സംസ്ഥാന അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നില്ലല്ലോ, പിന്നെങ്ങനെ മുഖ്യമന്ത്രിയാകുമെന്നാകും KCയെ അനുകൂലിക്കുന്നവർ ചോദിക്കാനിടയുള്ളത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം 6 മാസത്തിനകം MLA ആയാൽ മതിയെന്നുള്ള ഒരു ഭരണഘടനാ പരിരക്ഷ നിലവിലുണ്ട്. നിർണായകമായ സന്ദർഭങ്ങളിൽ പല പാർട്ടികളും ഈ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. പരേതനായ മുൻ മുഖ്യമന്ത്രി EK നായനാരും AK ആന്റണിയുമൊക്കെ ഭരണഘടനയുടെ ഈ അനുച്ഛേദത്തെ ആശ്രയിച്ചിട്ടുണ്ട്. ഈ നിർണായക സന്ധി സൃഷ്ടിക്കാനാകും KCയും ശ്രമിക്കുക. ഇതിനുള്ള മുൻകൂർ വളയമെറിയിലാണ് പ്രചരണ സമിതി ചെയർമാനായി രമേശ് ചെന്നിത്തലയെ നിയമിച്ചതിലൂടെ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കോൺഗ്രസിനെ അധികാരത്തിലേറ്റാനുള്ള ആശ്രാന്ത പരിശ്രമത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിൻ്റെ വിജയങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ കാണുകയും ചെയ്തു. ഇത് കേരള ജനത ഒട്ടകെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സർവേകളിൽ കോൺഗ്രസ് നേതാക്കളെയും മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാളും ഏറെ മുന്നിൽ അദ്ദേഹത്തെ എത്തിച്ചതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു ന്യൂനതയുണ്ട്. ഹിന്ദുമതത്തിലെ പ്രബല സാമുദായിക നേതാക്കന്മാരുടെ പിന്തുണ ഇദ്ദേഹത്തിനില്ല. ഇതാകും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ രമേശ് ചെന്നിത്തല ആയുധമാക്കുക. രമേശ് ചെന്നിത്തലയ്ക്ക് ഈ സമുദായ നേതാക്കന്മാരുടെ എല്ലാം പിന്തുണയുണ്ട്. ഈ പ്ലസ് പോയിന്റും പാർട്ടിയിലെ സീനിയോറിറ്റിയും പ്രചാരണ സമിതി ചെയർമാൻ സ്ഥാനവും ഉയർത്തിയാകും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ചെന്നിത്തല അവകാശവാദം ഉന്നയിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സതീശനും ചെന്നിത്തലയും തമ്മിൽ ഒരു മത്സരമുണ്ടായാൽ പാർട്ടിയെ
രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കോംപ്രമൈസ് സ്ഥാനാർത്ഥിയായിട്ടാകും KC വേണുഗോപാൽ പ്രത്യക്ഷപ്പെടുക. അതിനുള്ള തറ അദ്ദേഹം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ മറ്റു രണ്ടുപേരേക്കാൾ കൂടുതൽ ഹൈക്കമാൻഡ് പിന്തുണ വേണുഗോപാലിനായിരിക്കും. ഒടുവിൽ ഹൈക്കമാൻഡിൻ്റെ വിശ്വസ്തൻ എന്ന നിലയിൽ രാജസ്ഥാനിൽ ഗെഹ്ലോട്ടിനെയും കർണാടകത്തിൽ സിദ്ധരാമയ്യയെയും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ദേശീയ നേതൃത്വത്തിൻ്റെ അതേ തന്ത്രം കേരളത്തിലും ആവർത്തിക്കപ്പെടാം. KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരോധിക്കപ്പെടാം. ഫലമോ സതീശനും രമേശ് ചെന്നിത്തലയും മഞ്ഞുകൊണ്ടത് വെറുതെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.